Good evening, doctors. അപ്പം ഇന്ന് നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഒരു 3 ക്ലാസ്സസ് അല്ലെങ്കിൽ 2 ക്ലാസ്സസ് എടുത്തതിൽ നമ്മൾ ആ ഓർഡർ അനുസരിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നും ഉള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് കോമൺ നെയിംസ് ചെയ്യുന്നു. നേരത്തെ 2 ക്ലാസ്സിൽ കുറേ ഒരുമിച്ചുള്ള ഗ്രൂപ്പിംഗ് പറഞ്ഞായിരുന്നു. ഇത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. സോ സിക്യൂട്ടയുടെ കോമൺ നെയിം വാട്ടോ ഹെംലോക്ക്, കൊണിയം പോയ്സൺ ഹെംലോക്ക്. സോ 2 ഉണ്ട്, വാട്ടർ ഹെംലോക്ക് സിക്യൂട്ട, പോയ്സൺ ഹെംലോക്ക് കൊണിയം. എയ്ത്തൂസ ഇസ് ഫൂൾസ് പാർസ്ലി അല്ലെങ്കിൽ ഡോഗ്സ് പാർസ്ലി അല്ലെങ്കിൽ ഗോൾഡൻ ഹെംലോക്ക്. സോ വാട്ടർ ഹെംലോക്ക് സിക്യൂട്ട, പോയ്സൺ ഹെംലോക്ക് കൊണിയം, ഗോൾഡൻ ഹെംലോക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് എയ്ത്തൂസ. ദെൻ സ്പ്രൂസിന്റെ കുറച്ച് വരുന്നുണ്ട്. എബീസ് നൈഗ്ര ഇസ് ബ്ലാക്ക് സ്പ്രൂസ്, എബി കനാഡൻസിസ് ഇസ് ഹെംലോക്ക് സ്പ്രൂസ്, ഓൾസോ കനേഡിയൻ ഹെംലോക്ക് എന്ന് പറയുന്നതിന്. അപ്പോൾ ഈ 2 സ്പ്രൂസിനകത്ത് വരുന്നത്, എബീസ് നൈഗ്ര ആൻഡ് എബീസ് കനാഡൻസിസ്. ദെൻ കുറച്ച് ബെറിയുടെ ഒരുമിച്ച് വരുമ്പോഴത്തേല് ആക്ടിയ സ്പിക്കേറ്റ ഇസ് ബെയിൻ ബെറി, ബെർബറിസ് വൾഗാരിസ് ഇസ് ബാർബെറി ആൻഡ് യുവ ഉർസി ഇസ് ബെയർബെറി. ബാർബെറിയും ബെയർബെറി അത് തമ്മിൽ കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ പ്ലീസ് നോട്ട് ദിസ്. സോ ബെർബറിസ് ഇസ് ബാർബെറി ആൻഡ് യുവ ഉർസി ഇസ് ബെയർബെറി. ഓക്കെ,
Then കുറച്ച് വാട്ട്സ് ഉണ്ട് ഒരുമിച്ച്. So Sticta is lung wart, Seneca is snake wart, Hypericum St. John's wart. So Sticta lung wart, Seneca snake wart, and Hypericum St. John's wart. ഇനി Eupatorium നമുക്ക് എല്ലാവർക്കും അറിയാം ബോൺ സെറ്റ്. ഓക്കെ, ദെൻ രണ്ട് ഹെലിബോർ വരുന്നുണ്ട്. വെറേട്രം ആൽബം ഇസ് വൈറ്റ് ഹെലിബോർ ആൻഡ് വെറേട്രം വിരിഡേ ഇസ് ഗ്രീൻ ഹെലിബോർ. So alba white, alba means white ആണല്ലോ, so അങ്ങനെ ഓർത്താൽ മതി. Then the other one, veratrum viridae, is green hellebore. Then Artemisia vulgaris is mugwort. So Artemisia is mugwort. Then Anacardium marking nut, Aesculus horse chestnut, and Nus musk nutmeg. അപ്പോൾ കുറേ നട്ട് വെച്ചുള്ള സംഭവങ്ങളാണ്. So Anacardium marking nut, Aesculus horse chestnut, and Nux mosquita is nutmeg. Okay. Then menses തൊട്ട് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻലി ഫീമെയിലിൻ്റെ അത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫീമെയിൽ ആൻഡ് മെയിൽ. ഓക്കെ, സോ മെൻസസിൽ അറ്റ് എവറി മെൻസസ് ത്രോട്ട്, മൗത്ത്, ടങ് intolerably dry, especially when sleeping. So common remedy known to us is Nus mosquita. Other than that, there is also tarantula. So every menses time, there is intolerable dryness, and especially it is during sleeping. Okay. Then headache cease during menses, returns when flow disappears. It is Allium cepa, lachesis, and syngamel. So headache stops during menses, but after that it returns when the flow disappears. So that is Allium cepa, lachesis, and syngamel. Sadness before menses, it is stanamid. വേറെ കുറെ നമ്മൾ മ്യൂസിക് മേക്ക് സം സാഡ് അതെല്ലാം പഠിച്ചു. ഇനി മെൻസസും സാഡ്നെസ്സും റിലേറ്റ് ചെയ്യുമ്പം സാഡ്നെസ് ബിഫോർ മെൻസസ് ഇസ് സ്റ്റാനം മെറ്റ്. ഇനി ടൈമിൻ്റെ ഒരു വേരിയേഷൻ, മെൻസസ് ഫ്ലോ only at night, not in the daytime. രണ്ട് ഡ്രഗ് ആണ്, ബോവിസ്റ്റ ആൻഡ് മെക്കാബ്. ഫ്ലോ only at night. Then if it is ഡേ നോക്കുകയാണെങ്കിൽ മെൻസസ് only during day ആണെങ്കിൽ കോസ്റ്റിക്കം, പൾസാറ്റ്ല ആൻഡ് സൈക്ലാമൻ. ഓക്കെ, മെൻസസ് only during the day. അപ്പോൾ എങ്ങനെ ചെറുതായിട്ട് ആലോചിക്കുമ്പോൾ രാവിലെയാണ് എല്ലാവരും പുറത്തു പോകുന്നത്, ഇപ്പോൾ സൈക്കിളിൽ പോയി ആ എക്സേർഷൻ കാരണം പൾസ് കൂടി, അങ്ങനെ ഒരു രീതിയിൽ ആലോചിച്ചാൽ കോസ്റ്റിക്കം, പൾസ് ആൻഡ് സൈക്ലാമൻ ഓർക്കാം. Then menses profuse at night. So flow in the night, but it is profuse. അങ്ങനാണെങ്കിൽ it is ammonium, mure, and bovista. If you look at daytime, menses more during the day, it is pulsatilla. And menses flow only in the morning. So daytime fullilum specification in morning എന്ന് കൊടുക്കുകയാണെങ്കിൽ it goes to carbo animalis. So only at night, not in the daytime, is bovista and macabre. More at night is ammonium, mure, and bovista. Daytime only during day is causticum, pulsatilla, and cyclamen. More during the day is pulsatilla, and adilim specification only in the morning, it is carbo animalis. Okay. Then in terms of movement, flow only when moving about, ceases to flow when she ceases to walk. So flow will stop when she stops walking. അങ്ങനാണെങ്കിൽ ലിലിയം ടിഗൻ, causticum. Okay, ഇതൊരു എക്സാമിന് ചോദിച്ചതാണ്, ലിലിയം ടിഗൻ, causticum. Then if it is flow on lying down, there is creos and macabre. Okay. Then menses aggravation sitting, better by walking, it is cyclamen. അപ്പോൾ ഇപ്പം നമ്മൾ സൈക്ലാമെൻറ്റിൻ്റെ മുമ്പത്തെ സ്ലൈഡിൽ ഒരെണ്ണം കണ്ടേ ഉള്ളൂ, മെൻസസ് ഓൺലി ഡ്യൂറിങ് ദ ഡേ. അതുകൊണ്ട് അത് കൂടാണ്ട് മെൻസസ് അഗ്രവേഷൻ സിറ്റിംഗ് ആൻഡ് ബെറ്റർ ബൈ വാക്കിംഗ്. അപ്പോൾ അതിന് തന്നെ സെയിം മൊഡാലിറ്റി വരുന്ന ഒരെണ്ണമാണ് ലുക്കോറിയ. അതിൻ്റെ ലുക്കോറിയ നോക്കാം. ലുക്കോറിയ അഗെയിൻ അഗ്രവേഷൻ സിറ്റിംഗ്, അമിലറേഷൻ വാക്കിങ്ങിൽ വരുന്നത് കാക്ടസ് ആൻഡ് കോക്ലസ് ആണ്. ഇത് സിന്തസിസ് റെപ്പട്രിയിലെ റൂബ്രിക്സിനകത്താണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, so menses aggravation sitting and amelioration walking, cyclamen. But if it is the same thing, same modalities is with leucorrhea, it is cactus and cocculus. Okay. Then lying specifications വരുമ്പോഴത്തേല് flow only at night or when lying, ceases when walking. So more or less കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർമിക്സ് വരും മെഡിസിൻസിന്റെ. So again macabre, creos and ammonium mure. Flow only at night or when lying വരുന്നത് macabre, creos and ammonium mure. Then menses flow during day, ceases lying, stops lying, cactus, causticum, lilium tic. So flow when lying, it is macabre, creos, and ammonium mure. Flow stops when lying is cactus, causticum, and lilium tic. Okay. Then
സോ ഇതിന്റെ ഇനി ആക്ച്വലി മോസ്റ്റ് പാർട്ട് ഓഫ് ദ സെഷൻസ് വന്ന് നിങ്ങൾക്കും ഇന്ററാക്റ്റീവ് ചെയ്യാം, ആൻസേഴ്സ് പറയാമെന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ മൈക്കൊക്കെ മ്യൂട്ട് ചെയ്ത് പ്ലീസ് ട്രൈ ടു ആൻസർ ദീസ്. സോ ഡയറിയ ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസ് എന്തൊക്കെ മെഡിസിൻസ് വരും? Ammonium Bovista. Okay, ammonium carb and Bovista. ഇപ്പൊ constipation always before and during menses ആണെങ്കിലോ? Silesia. അതെ, എക്സാമിന് ചോദിച്ച റിപ്പീറ്റഡ് ചോദിച്ചതാണ്. സോ ഡയറിയ ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസ് ഇസ് ബോവെസ്റ്റ ആൻഡ് അമോണിയം കാർബ്. അതേസമയം കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ സൈലീഷ്യം. Then next, occasional show every few days between periods വരുന്നത് രണ്ട് ഡ്രഗ് ആണ്, ബോവെസ്റ്റ ആൻഡ് ബൊറാക്സ്. സോ ബിറ്റ്വീൻ മെൻസസ്, രണ്ട് മെൻസസിന്റെ ഇടയ്ക്ക് കുറച്ചായിട്ട് ഫ്ലോ വരും അല്ലെങ്കിൽ മെൻസസ് വരും, അങ്ങനത്തെ രീതിയാണെങ്കിൽ ബോവെസ്റ്റ ആൻഡ് ബൊറാക്സ്. Then menses every 2 weeks, dark and clotted with painful bearing down ഉണ്ടെങ്കിൽ again ബോവെസ്റ്റ കൂടെ സെപ്പിയയും കൂടെ ഉണ്ട്. Every 2 weeks with painful bearing down, ബോവെസ്റ്റ ആൻഡ് സെപ്പിയ. Again, അടുത്ത് നോക്കിയാ menses profuse, the same thing is coming every 2 weeks but lasting a week or longer. It is trillium and calcarea phos. So every 2 weeks but lasting a week or longer, it is trillium, calcarea phos. Then menses too early, too profuse, feet habitually cold and damp as if they had on cold damp stockings, continuously cold in bed. So that is calcarea carb. ഇതിന് പല സ്ഥലത്ത് നമ്മളിത് വായിച്ചിട്ടുണ്ട്. കോൾഡ് ഡാം സ്റ്റോക്കിങ്സ് ഇട്ട ഒരു സെൻസേഷൻ ആണ് മെൻസസ് ടൈമിൽ അവർക്കുള്ളത്. സോ ദാറ്റ് ഈസ് കാൽക്കേരിയ കാർബ്. സോ between 2 periods, if there is occasional flow or occasional show ഉണ്ടെങ്കിൽ that is bovesta and borax. Then every 2 weeks with bearing down, plus bearing down ആണെങ്കിൽ ബോവിസ്റ്റയുടെ കൂടെ തന്നെ സെപ്പിയ ഉണ്ട്. Then menses is profuse every 2 weeks lasting a week plus 1 more week കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ it is trillium and calcarea phos. Then menses too early plus having a cold damp stockings, damp cold ആണ്, continuously cold ആണെങ്കിൽ it is calcarea carb. Then what is the answers of these? So increase of mental symptom during menses ഏത് റെമഡിയാണ്? Actia racemosa. Actia racemosa. Then least mental excitement causes profuse return of menstrual flow. Minute difference ഉള്ള രണ്ടിലും. Calcarea carb. പിന്നെ വേറെ 2 more medicines. Okay, calcarea carb, sulfur and tuberculinum. ഇതാണ് വരുന്നത് 3 medicines. So least mental excitement causes profuse return of menstrual flow. Okay. ഒരു കുറച്ച് എക്സൈറ്റ്മെന്റോടെ എന്തെങ്കിലും ഒരു ഇമോഷൻ എന്തെങ്കിലും വരുമ്പോഴത്തേല് ഫ്ലോ ഓവർ ആവും. മറ്റേത് മെൻസസ് ടൈമിൽ എന്തൊക്കെ സിംറ്റംസ് മൈൻഡിലുണ്ടോ അതെല്ലാം ഇൻക്രീസ് ആവും. സോ അതൊന്ന് ആക്റ്റിയ റെസിമോസ, the other one is calcarea, sulfur and tuberculinum. Then after appearance of menses, so weak she can hardly speak. ഇത് ഏതാണ്? Carbo animalis. അതെ, കാർബോ അനിമാലിസ്. പിന്നെ അലൂമിന, അതെ, 3 എണ്ണാണുള്ളത്. അലൂമിന, കോക്കുലസ് ആൻഡ് കാർബോ അനിമാലിസ്. ഇനി മെൻസസ് ടൈമിൽ സോ വീക്ക് ദാറ്റ് ഷീ ഹാസ് ടു സിറ്റ് ഡൗൺ, ഷീ ഡ്രോപ്സ് ഇൻ ടു എ ചെയർ, അങ്ങനെയാണെങ്കിലോ? സ്റ്റാനമെറ്റ്. അതെ, സ്റ്റാനമെറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് റാഷ് ബിഫോർ മെൻസസ്. ഇതോ? ഡെൽക്യാമറയുടെ കൂടെ ഒരു മെഡിസിൻ കൂടെ ഉണ്ട്. അതെ, കോണിയമാണ്. ഡെൽക്യാമറ ആൻഡ് കോണിയം. റാഷ് ബിഫോർ മെൻസസ്. അടുത്തത് റാഷ് ഡ്യൂറിങ് പ്രൊഫ്യൂസ് മെൻസസ്. ബെലഡോണ. ഒന്നുകൂടെ. അതെ, ഗ്രാഫൈറ്റിസ്. ബെലഡോണ ആൻഡ് ഗ്രാഫൈറ്റിസ്. സോ ഒന്ന് ബിഫോർ മെൻസസ് ഡെൽക്യാമറ ആൻഡ് കോണിയം, ഡ്യൂറിങ് പ്രൊഫ്യൂസ് മെൻസസ് ബെലഡോണ ആൻഡ് ഗ്രാഫൈറ്റിസ്. ഇനി മെൻസസ് വിത്ത് റാഷ് ഓഫ് സ്മോൾ റെഡ് പിമ്പിൾസ് ഓവർ ബോഡി വിത്ത് സീസസ് വിത്ത് ഫ്ലോ. ഫ്ലോ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ പിമ്പിൾസും സ്റ്റോപ്പ് ചെയ്യും. ഫെർമെറ്റല്ല, കോണിയം ഉണ്ട്. സെയിം തിങ്, ഇറ്റ് ഇസ് കോണിയം ആൻഡ് ഡെൽക്യാമറ only.
ഓക്കെ. സോ ബിഫോർ മെൻസസും അറ്റ് ദ സെയിം ടൈം റാഷ് വന്നു, മെൻസസ് നിൽക്കുമ്പോഴത്തേലും അതും പിമ്പിൾസും റാഷും പോയി എന്നുണ്ടെങ്കിൽ 2 റെമഡിയാണ് ഡൽക്യാമറ ആൻഡ് കോണിയം. ഇനി ഡ്യൂറിങ് പ്രൊഫ്യൂസ് മെൻസസ് ആണ് റാഷ് വരുന്നെങ്കിൽ ഇറ്റ് ഇസ് ബെലഡോണ ആൻഡ് ഗ്രഫൈറ്റിസ്. ഓക്കെ. ദെൻ ഇനി സൈക്ലാമിൻ്റെയും പൾസാറ്റ്ലയുടെയും ഒരു മൈന്യൂട്ട് ഡിഫറൻസ് ആണുള്ളത്. സോ സൈക്ലാമിൻ ഇറ്റ് ഇസ് ടു ഏർലി, ടു പ്രൊഫ്യൂസ്, ബ്ലാക്ക് ആൻഡ് ക്ലോട്ടഡ്. ബട്ട് പൾസാറ്റ്ല ഇറ്റ് ഇസ് ടു ലേറ്റ്, പെയിൽ ആൻഡ് സ്കാൻറ്റി. Cyclamin ആണെങ്കിൽ complaints are better during flow, but pulsatile ആണെങ്കിൽ complaints are worse during flow. അതിന്റെ ബ്രാക്കറ്റിൽ സിംസിഫ്യൂഗ നോക്കുകയാണെങ്കിൽ the more profuse the flow, the greater the sufferings. ഓക്കെ, ഫ്ലോ കൂടുന്തോറും ഉള്ള സഫറിങ്സും കൂടും. ഓക്കെ, സോ സൈക്ലമിൻ ടു ഏർലി, ടു പ്രൊഫ്യൂസ്, ബട്ട് പൾസാറ്റ്ല എല്ലാത്തിൻ്റെയും എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ടു ലേറ്റ്, പെയിൽ, സ്കാൻറ്റി. ദെൻ വൺ ഇസ് ബെറ്റർ ഡ്യൂറിങ് ഫ്ലോ, സൈക്ലമിൻ, and pulsatilla is worse during flow. ഇനി greater the suffering, exact wordings ഇതുപോലാണ്. The more profuse the flow, greater the sufferings ആണെങ്കിൽ simsifyu. അടുത്തത് ഇതിന്റെ ആൻസർ എന്താണ്? മെൻസസ് stopped by taking cold. ലാക് ഡിഫ്ലോറേറ്റ്. ആക്ച്വലി കൊണിയമാണ്. ലാക് ഡിഫ്ലോറേറ്റം വരുന്നുണ്ട്. ഓക്കെ, ഇനി മെൻസസ് suppressed by putting hands in cold water. phosphorus, കോണിയം, ആ ബ്ലാക്ക് ഡിഫ്ലോറേറ്റം. അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഉണ്ട്, ലാക് വാക്സിനം കൂടെ ഉണ്ട്. ഓക്കെ, കോണിയം, ലാക് ഡിഫ്ലോറേറ്റം ആൻഡ് ലാക് വാക്സിനം. Menses suppressed by drinking a glass of milk until the next periods. ലാക് ഡിഫ്ലോറേറ്റ്. അതെ, ലാക് ഡിഫ്ലോറേറ്റ് ആണ്. ഇനി കോൾഡ് ഡ്രിങ്ക്സ് റിലീവ് മെൻസ്ട്രൽ പെയിൻ. ക്രിയോസോട്ട. അതെ, ക്രിയോസോട്ട് ആണ് ആൻസർ. ഇതെല്ലാം നമുക്ക് കൺഫ്യൂസ്, എല്ലാത്തിലും കോൾഡ് ഉണ്ട്, പക്ഷെ റെമഡീസിന്റെ ആ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സിംറ്റംസ് ഇസ് ഡിഫറെന്റ്. ഓക്കെ, അടുത്തത് there is nausea on putting hands into warm water, sneezing and coryza from putting hands in water. ഫോസ്ഫറസ് ആണ്. അതെ, ഫോസ്ഫറസ് ആണ്. അടുത്ത during pregnancy the sight of water causes vomiting, unable to drink it, must close her eyes while bathing. Phosphorus. Gagging when swallowing water, spasms excited whenever she attempts to drink water, constant desire to urinate on seeing running water. Last symptom ലൈസിനമാണ് ആൻസർ. പക്ഷെ ലാസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ ആവും. ഗാഗിങ് വെൻ swallowing വാട്ടർ, സ്പാസംസ്, അല്ലെങ്കിൽ അത് മാത്രമായിരിക്കും കൊടുത്തത്. സ്പാസംസ് എക്സൈറ്റഡ് whenever she attempts to drink water. എല്ലാത്തിന്റെ ആൻസറും ലൈസിനാണ്. ഇങ്ങനെ 3 സിംറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് ഏതെങ്കിലും കത്തും, പക്ഷെ ഇൻഡിവിജ്വലിയും try to grasp all these symptoms. Okay, so on the menses stop by taking cold, conium. Menses suppressed by putting hands in cold water ആണെങ്കിൽ conium, black defloratum, black vaccinum. Again, suppressed by drinking a glass of milk ആണെങ്കിൽ black defloratum. Cold drinks relieve menstrual flow, crios. Then nausea on putting hands into warm water, phosphorus. During pregnancy, sight of water causes vomiting and must close her eyes while bathing ആണെങ്കിൽ phosphorus. Gagging when swallowing water, അല്ലെങ്കിൽ spasms excited whenever she attempts to drink water, അല്ലെങ്കിൽ constant desire to urinate on seeing running water. എല്ലാം കൂടെ വരുന്നത് ലൈസിൻ. ഓക്കെ, അടുത്തത് So discharge of blood between periods at every little accident, a long walk after every hard stool എന്ന് പറയുന്നത് ആംബ്ര ഗ്രേഷ്യ ആണ്. ഓക്കെ, എല്ലാ മൈന്യൂട്ട് ആക്സിഡന്റ്, ഒരു ലോങ് വാക്ക്, എന്ത് ഇതിനു ശേഷവും ഡിസ്ചാർജ് ഓഫ് ബ്ലഡ് വരുന്നത് ആംബ്ര ഗ്രേഷ്യ. Then chorea like symptoms at the commencement of menses, as we all know, ammonium carb, bovesta and varicella. Okay, then menses now lasting only 1 hour or late scanty, short, lasting 1 day. So 1 day Barretta carb, 1 hour, 1 day, രണ്ടും വരുന്നത് euphrasia and Barretta carb വരും. Okay, so in early months of pregnancy can lie comfortably only on stomach വരുന്ന 2 remedy ആണ്. Madam, chorea like symptoms ആണോ cholera like symptoms ആണോ? അയ്യോ, കോളറ ലൈക്ക് സിംറ്റംസ് ആണ് കേട്ടോ, കോളറയാണ്.
Okay, cholera-like symptoms at the commencement of menses ആണ് ammonium carbon, bovistin, veratrum. Then, okay. Then menses in early months of pregnancy can lie comfortably on stomach ആണെങ്കിൽ podophyllum acetic acid ആണ്. Okay. Then menses in patients with a tubercular history, the answer is tuberculinum. Menses in patients with a tubercular history complaints വരുവാണെങ്കിൽ tuberculinum ആണ്. So discharge of blood at every minute incident, long walk ആണെങ്കിൽ ambra, cholera-like symptom at the commencement of menses ആണെങ്കിൽ ammonium carb, bovista, veratrum. Lasting 1 hour, scanty, short ഒക്കെ ആണെങ്കിൽ euphrasia. 1 day ആണെങ്കിൽ beretta carb and euphrasia. Then early months of pregnancy can only lie comfortably on abdomen anagi podophyllum and acetic acid. Then menses in patients with tubercular history, it is tuberculinum. Okay. Okay. Idinte answer endana? After heart is relieved, old piles reappear and suppressed menses returns. Collinsonia. Ade, collinsonia. Then severe headache before and during menses. Creosotum and A creosotum. Severe headache before and during menses. ഇത് എല്ലാവർക്കും അറിയാം. Menses at regular time, too short, scanty, feeble, pains are relieved by the flow. Regular time കാണുകയാണെങ്കിൽ എന്താണ്? Lackluster. Irregular menses of every form, late, scanty, profuse, amenorrhea, menorrhagia, sepia. Always better during menses. Symptomatic. Lackluster. Okay. Menses with great excitement at every period. Answer 𝗊𝒟 ആണ്. Okay. So heart complaints and piles reappear suppressed അതൊക്കെ ആണെങ്കിൽ collinsonia, headache before and during menses creos, regular time lackluster, irregular forms of every irregular form is sepia, better during menses lackluster and syncomet. Menses with great excitement at every period is 𝗊𝒟. അടുത്ത ഇതോ? Eruption of face of young woman, especially during scanty menses. Bovista വേറെ? American sick, headache ഉണ്ട്, redness ഉണ്ട്, congestion ഉണ്ട്. Sanguinariയുടെ കൂടെ ബെല്ലസ് പെരിനിസ് ഉണ്ട്, കാൽക്കേരിയ ഫോസ് ഉണ്ട്, യൂജീനിയ ജാംബോസ് എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്, പിന്നെ സൊറൈനും കൂടെ ഉണ്ട്. ഓക്കെ. സാങ്കുനേരിയ, ബെല്ലസ്, കാൽക്കേരിയ, യൂജീനിയ ആൻഡ് സൊറൈൻ. Then itching eruptions of forehead during menses. അല്ല വേറെ? റൂട്ട് ഒരു യൂറിനറി കംപ്ലൈൻസിന് കൊടുക്കുന്ന ഒരു റെമഡിയാണ് Sarsaparilla, again Eugenia Jampo, Sanguinaria and Sorinum. Okay. അപ്പം ഇറപ്ഷൻസും മെൻസസും കൂടെ വരുവാണെങ്കിൽ സാങ്കുനേരിയ ഓൾറെഡി ഉണ്ട്, പ്ലസ് ഇതും കൂടെ നോക്കി വെച്ചു. Then menses too early, too profuse, protracted, 8, 10, even 15 days ആണെങ്കിൽ 𝗓𝒨𝒃 Okay. Then next is also 𝗓𝒨𝒃. Tardy in starting, first day a show, second day colic, vomiting, hemorrhage with large clots, 𝗓𝒨𝒃. ഇതാണെങ്കിലോ മെൻസസ് ഈച്ച് ഓൾട്ടർനേറ്റ് പീരിയഡ് മോർ പ്രൊഫ്യൂസ്. ഓരോ ഓൾട്ടർനേറ്റ് പ്രാവശ്യം മെൻസസ് വരുമ്പോഴായിരിക്കും പ്രൊഫ്യൂസ് ആയിട്ട് ഫ്ലോ വരുന്നത്. ഏതാ? അതെ, അതും 𝗓𝒨𝒃. അപ്പൊ ഈ 3 സിംറ്റംസ് വരുന്നത് അതിന്റെ അടിയിലാണ്. ഒന്ന് ടു പ്രൊഫ്യൂസ്, അത് 8, 10, 15 days. Then second one is first day show, second day colic, then hemorrhage. Then each alternate period more profuse menses. മൂന്നിന്റെ ആൻസറും 𝗓𝒨𝒃 ആണ്. Okay. Hemorrhage or delaying menses from uterine inertia, exhausting, scarcely recovers from one period before another begins. Uterine problem കൊണ്ട് ഒരെണ്ണത്തിന് റിക്കവർ ചെയ്യുന്നതിന് മുമ്പ് അടുത്ത് തന്നെ വരും.
ഇതിന്റെ ആൻസറും Thalassemia. തലാപ്സി ബേഴ്സയാണ്. അതെ, ഇതെല്ലാം തലാപ്സി ബേഴ്സയിൽ മെൻസസിന്റെ കംപ്ലൈൻസ്. അത് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേലും നമുക്ക് കൺഫ്യൂഷൻ വരും. സോ ഇതെല്ലാം 10-15 days, first day show, second day colic, alternate period profuse, then has to recover until the next period begins. എല്ലാത്തിന്റെ ആൻസർ തലാപ്സി ആണ്. ദെൻ ഇറപ്ഷൻസും കൂടെ വരുമ്പം സാങ്കുനേരിയ പ്ലസ് the rest of the medicines, Bellus, Perinus, Calcaria, പിന്നെ മറ്റേ forehead ആണെങ്കിൽ Sarsaparilla, Eugenia, Sanguinary and Sarai. Okay. Then amenorrhea in plethoric young girls after fright, it's aconite. Menses flooding with fainting, trillium pendulum. Then for extreme nervous sensitiveness of puberty, pregnancy, climacteric years. Ella stage of female reproductive life lum sensitivity കൂടുതലാണെങ്കിൽ it goes to pteridium. ഇത് മൂന്നും അറിയാവുന്നതാണ്. So amenorrhea, fright, aconite, flooding with fainting, trillium, then extreme sensitiveness, pteridium. Then nosebleed വരുന്നത് during menses. Nosebleed during menses, natrum self. Nosebleed instead of menses. Menses in the സമയത്ത് menses അല്ലാതെ nosebleed ആണെങ്കിൽ bry and pulse. Nosebleed when menses should appear, again bry and phosphorus. ആ wordings ശ്രദ്ധിച്ചു. So during menses is natrum self. Instead of menses എന്ന് കൊടുക്കുകയാണെങ്കിൽ bry and pulse. Nosebleed when menses should appear, it is bry and phos. Okay, phosphorus. Then bearing down sensation la കുറച്ച് differences ആണ് ഇനി അടുത്തത്. The answer എന്താണ്? Must cross limbs, sit tightly or sit close to prevent it. No sexual desire. Really? No sexual desire. Sepia. ഇനി must cross limbs tightly or sit same thing. But with sexual desire ആണെങ്കിൽ Murex. Murex ആണ്. Supporting vulva with hands. Iliantec. അതെ, iliantec ആണ്. Better by sitting, bearing down sensation ഉണ്ട്. Better by sitting ആണെങ്കിൽ Tuja. lac caninem ആണ്. Okay. Better by standing and sitting erect. Belladonna. അതെ, belladonna. Aggravation sitting, amelioration moving. Natrum carbon. അപ്പോൾ ഫസ്റ്റ് രണ്ടെണ്ണം അമിലറേഷൻ സിറ്റിംഗ് ആയിരുന്നു. സെക്കൻഡ് വൺ വന്നിട്ട് അഗ്രവേഷൻ സിറ്റിംഗ് ആണ്. ഓക്കെ. ഇനി പോസ്റ്റ് ക്ലൈമാട്രിക് ടൈമിൽ ബെയറിംഗ് ഡൗൺ സെൻസേഷൻ, അതായത് ഇന്റൻസ് ബെയറിംഗ് ഡൗൺ സെൻസേഷൻ ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നത് ഏത് റെമഡിയാണ്? അഗാരിക്കസിലാണ്. ഓക്കെ. During post-climatic time, they have an intolerable bearing down sensation in pelvis, agaricus ആണ്. So, ഒന്ന് cross limbs, no sexual desire sepia, with sexual desire murex. Hand supporting vulva with hands, ilium-tig, amelioration sitting, lac caninum, amelioration standing and sitting erect. ആ വേർഡും കൂടെ വരുവാണെങ്കിൽ belladonna. Aggravation sitting, amelioration moving ആണെങ്കിൽ natrum carb. Post-climatic time, bearing down sensation വരുവാണെങ്കിൽ it is agaricus. Okay. അടുത്തതും bearing down sensation വെച്ചിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. So bearing down sensation in pelvis with oppression of breathing ആണെങ്കിൽ ഏതാണ് റെമഡി? സെപ്പിയാണ് ആൻസർ. ഓക്കെ. Bearing down sensation with oppression of breathing goes to sepia. ഇനി with palpitation ആണെങ്കിലോ? Okay, and answer lilium tick ആണ്. Okay. So bearing down with oppression of breathing sepia, with palpitation lilium tick. ഇനി അടുത്തത് with frequent desire to urinate and smarting in urethra. Bearing down sensation കൂടി frequent desire to urinate and smarting in urethra. അത് ഏതാണ്? Okay. അത് lac caninum ആണ്. ക്ലാക്കിലാണ് അത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. Okay. So oppression of breathing ആണെങ്കിൽ sepia. Palpitation ആണെങ്കിൽ lilium tick. Desire with bearing down sensation, desire to urinate and smarting in urethra ആണെങ്കിൽ lac caninum. Okay. ഇനി pain from right side of womb to right or left breast. Any answers? Right side of womb to right or left breast ലേക്ക് pain radiate ആണ്. Okay, and answer murex ആണ്. Okay, right side, borical ആണ്. Pain from right side of the womb
to right or left breast വരുന്നത് മ്യൂറെക്സ് ആണ്. ഇതറിയായിരിക്കും. Phlebitis puerperal after forceps delivery. അതെ, അലിയം സിപ്പയാണ്. Then ഇതിന്റെ ആൻസർ എന്താണ്? Varicose veins and ulcers, obstinate, long-standing cases in women who have borne many children, having increased ability to exercise without danger. She is having cavities in tooth and likes cold drinks. ഏതാണ്? Acid floor. അതെ, ആസിഡ് ഫ്ലോർ. അതിനകത്തുള്ള ഒരു പെക്യുലർ സിംറ്റം ആണ് ഹാവിങ് ഇൻക്രീസ്ഡ് അബിലിറ്റി ടു എക്സസൈസ് വിത്തൗട്ട് ഡേഞ്ചർ. ആ എക്സ്ട്രീംസ് രണ്ടും താങ്ങാൻ പറ്റുന്ന ഒരു മെഡിസിൻ. ഓക്കെ. സോ ബെയറിംഗ് ഡൗൺ വിത്ത് ഒപ്രഷൻ ഓഫ് ബ്രീത്തിങ് സെപ്പിയ, പാൽപിറ്റേഷൻ ലിലിയം ടിക്, ഫ്രീക്വന്റ് ഡിസയർ ടു യൂറിനേറ്റ് ആൻഡ് സ്മാർട്ടിംഗ് ആണെങ്കിൽ ലാക് കനൈനം. ഇനി റൈറ്റ് സൈഡ് ഓഫ് വൂമ്പിന്റെ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ബ്രസ്റ്റിലേക്ക് പെയിൻ പോവുകയാണെങ്കിൽ മ്യൂറെക്സ്. ഫോർസെപ്സ് ഡെലിവറി അലിയം സീപ്പ. ദെൻ വിത്ത് ദിസ് ലോങ് സ്റ്റാൻഡിംഗ് കേസസ് ഇൻ വുമൺ ഹു ഹാവ് ബോൺ മെനി ചിൽഡ്രൻ പ്ലസ് അവരുടെ ഇൻക്രീസ് അബിലിറ്റി ടു എക്സസൈസ് വിത്തൗട്ട് ഡേഞ്ചർ ആണെങ്കിൽ ആസിഡ് ഫ്ലൂ. ഓക്കെ. ഇനി സംതിങ്സ് റിലേറ്റഡ് ടു മിൽക്ക്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? നഴ്സിംഗ് പെയിൻ ഇൻ ഓപ്പോസിറ്റ് ബ്രസ്റ്റ്. അതെ, ആൻസർ ഇസ് ബൊറാക്സ്. ഓക്കെ, സെറിൻ ബോറിക്. സോ നഴ്സിംഗ് ടൈമിൽ പെയിൻ ഇൻ ഓപ്പോസിറ്റ് ബ്രസ്റ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ഇനി മിൽക്ക് ഇൻ ബ്രസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് മെൻസസ്. മെൻസസ് ഇല്ല അവർക്ക്, അതിന് പകരം മിൽക്ക് ആണുള്ളത്. ഏതാണ്? അതെ, മെർക്യൂരിയസ് ആണ് ആൻസർ. ഓക്കെ. Suppression of milk in nursing woman with great sadness says she will die. Agnes. Ini milk runs out in nursing woman. Children ഒക്കെ കൊടുക്കുന്ന chamomilla. Ini milk runs out after weaning ആണെങ്കിൽ, കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനി nipples inflamed tender to touch ആണെങ്കിൽ chamomilla, helonius and phytolacca. Okay, so nursing time le pain in opposite breast ആണെങ്കിൽ borax, milk in breast instead of menses. Menses പകരം milk ആണെങ്കിൽ mercurius. Suppression in nursing woman with sadness ആണെങ്കിൽ agnes. Runs out in nursing woman chamomilla. Runs out after weaning ആണെങ്കിൽ conium. Then nipples inflamed tender to touch ആണെങ്കിൽ chamomilla, helonius and phytolacca. അടുത്തത് infants breast tender to touch. ഇത് ഏതാണ്? ഓക്കെ, milk runs out in nursing woman ഏതായിരുന്നു? ഓക്കെ, അതെന്താണ് infants breast tender to touch. ഓക്കെ. ഇനി discharge of blood from vagina every time the child takes the breast. Okay, answer Silesia ആണ്. Then suppression of milk in thin, scrawny, exhausted woman. അതെ, Silesia. Silesia അല്ല. The breast do not fill. The breast do not fill properly. It is Sickle cord. So suppression in milk, nature of the woman, constitution നോക്കുക, thin, scrawny, exhausted plus breast do not fill properly ആണെങ്കിൽ Sickle cord. Then mammae painful as if they would ulcerate at every menstrual period. Mercurius. വേറെ glandular remedy തന്നെയാണ് അടുത്തത്, conium and lac canine. Okay, ഇത് മൂന്ന്. So infants breast tender to touch, milk runs out in nursing woman എല്ലാം chamomilla. Milk runs out after weaning ഏതായിരുന്നു? Conium. Then discharge of blood from vagina every time the child takes breast is Silesia. Suppression of milk, constitution plus milk breast do not fill properly ആണെങ്കിൽ Sickle. Then mammae painful as if they would ulcerate at every menstrual period ആണെങ്കിൽ mercurius, conium and lac canine. Okay. ഇനി അടുത്തത് serviceable in almost all cases when it is required to dry up milk. രണ്ടെണ്ണം അത് അവിടെയാണ് അസഫീറ്റഡ് വരുന്നത്, ലാക് കനൈനം ആൻഡ് അസഫീറ്റഡ്. serviceable in almost all cases. ഇത് ഡ്രൈ ചെയ്യണം when it is required to dry up. എക്സസ് ഉണ്ട് പക്ഷെ നിർത്തണം എന്നുണ്ടെങ്കിൽ ലാക് കനൈനം ആൻഡ് അസഫീറ്റഡ്. then to bring back the milk or to increase it ആണെങ്കിൽ ലാക് ഡീഫ്ലോറേറ്റം ആണ് കൊടുക്കേണ്ടത്. കനൈനം വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാനും
ഡീഫ്ലറേറ്റം വന്നിട്ട് തിരിച്ച് കൊണ്ടുവരാനുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Then loss of milk while nursing without any non-cause. അതാണ് lack 𝗠𝗏𝗡. Again asafoetida is coming. So dry up ചെയ്യണം. അത് എന്തുകൊണ്ടാണ് ഡ്രൈ ചെയ്യുന്നത്? കാരണം കോസ് ഇല്ലാതെ മിൽക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടും അങ്ങനെ റിലേറ്റ് ചെയ്യുമ്പോൾ lack 𝗠𝗏𝗡, asafoetida. Then aversion to milk, diarrhea from it is natrum carb. Aversion to milk, diarrhea from it. Then അത് എക്സ്ട്രാ ആണ്, ഫീമെയിൽ അല്ല, പക്ഷെ എന്നാലും എൻ്റെ കൂടെ ചേർത്തുന്നേ ഉള്ളൂ. Diarrhea from milk ആണെങ്കിൽ calcaria, natrum carb and sulfur. Again, boiled milk specifically ഉണ്ടെങ്കിൽ answer is nuts mosqueta. Okay. So milk, diarrhea from it, natrum carb. Verum diarrhea from milk is calcaria, natrum carb and sulfur. Then from boiled milk ആണെങ്കിൽ nuts mosqueta. After MECCAB, when milk disagrees and child has a sore odor, rheum. Okay. Sore odor നമുക്ക് കിട്ടും. എന്നാലും after MECCAB, when milk disagrees and child has a sore odor വരുന്നത് റിയം ആണ്. ഓക്കെ. സോ എല്ലാം നിർത്താൻ, എല്ലാ രീതിയിലും നിർത്തുകയാണ്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ലോസ് ഓഫ് മിൽക്ക് വിത്തൗട്ട് ഒരു കോസും ഇല്ലാതെ പോവാണ്. അപ്പൊ നമുക്ക് ഡ്രൈ അപ്പ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ 2 മെഡിസിൻസ് ആണ്, lack 𝗠𝗏𝗡 and asafoetida. Then ഇല്ലാത്തവർക്ക് തിരിച്ച് കൊണ്ടുവരണം, കൂട്ടണം എന്നുണ്ടെങ്കിൽ lack 𝗊𝕒𝕟𝕚𝕚𝕚 ആണ്. Then aversion to milk, diarrhea from it, natrum carb. Diarrhea from milk, calcaria, natrum carb and sulfur. Boiled milk ആണെങ്കിൽ nuts mosqueta. After MECCAB, when milk disagrees, പിന്നെ child has a sore odor ആണെങ്കിൽ റിയം. ഇനി സംതിങ് റിലേറ്റഡ് ടു നഴ്സിംഗ്. ഓക്കെ. ഇതിന്റെ ആൻസർ അറിയോ? toothache while nursing the child. Macar. China. അതെ, ചൈന. സിങ്കോണ ആണ് ആൻസർ. toothache while nursing the child, സിങ്കോണ. sore mouth of nursing woman. നഴ്സിംഗ് വുമണിൽ വരുന്ന സോർ മൗത്തിന്റെ ഹൈഡ്രാസ്റ്റിസ് ആണ് ആൻസർ. സോർ മൗത്ത് ഓഫ് നഴ്സിംഗ് വുമൺ ഇസ് ഹൈഡ്രാസ്റ്റിസ്. hair falls out when touched in nursing woman ആണെങ്കിൽ natrum-mure. One more remedy. Sepia. So hair falls out when touched in nursing woman എന്ന് പറഞ്ഞാണ് natrum-mure and sepia ആണ്. Okay. Next, retention of urine from nursing after passion of nurse. Opium. അതെ, opium ആണ്. Retention of urine from nursing after passion of nurse-ൽ കാണുകയാണെങ്കിൽ it is opium. Okay. Spasm of children from nursing after fright of mother. ഏതാണ്? Opium hyoso ആണ്. Spasm of children after, from nursing after fright of mother. പേടിച്ചതിന് ശേഷം ഉണ്ടാവുന്ന spasms. Okay. ഇനി ആങ്കർ ആണെങ്കിൽ രണ്ടും, chamomilla and naxomica. Okay. So fright of mother, opium hyoso. Anger of mother ആണെങ്കിൽ chamomilla and naxomica. Then fissures in nipples in nursing woman ആണെങ്കിൽ it's retania, graphitis and sepia. So toothache while nursing the child, China, cinchona. Sore mouth of nursing woman, hydrastis. Hair falls out when touched nursing woman, natrum-mure, sepia. Retention of urine from nursing after passion of nurse, opium. ഇനി spasm of children, fright of mother ആണെങ്കിൽ opium hyoso. Anger of mother ആണെങ്കിൽ naxomicum, chamomilla. Fissures in nipple in nursing woman ആണെങ്കിൽ retania, graphitis and sepia. Okay. ഇനി അടുത്തത് dry coryza of infants, preventing breathing and nursing. Nursingും ചെയ്യാൻ പറ്റില്ല. അതിന്റെ ആൻസർ സാംബുഗസ്, അമോണിയം കാർബ് ആൻഡ് നക്സോമിക്ക. ഓക്കെ. സ്നഫിൾസ് ഓഫ് ഇൻഫൻസ് എന്ന് വരുന്നതും ഇതൊക്കെ തന്നെയാണ് റെമഡീസ്. Then milk deficient or super abundant. Nursing increases the local discharge. Nursing കൊടുക്കുമ്പോൾ ലോക്കിയാണ് ഇവിടെ കൂടുന്നത്. The answer is Ustilago. രണ്ടിനും ഉണ്ട്. ഡെഫിഷ്യന്റ് ആണെങ്കിലും സൂപ്പർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, മിൽക്ക് ഡ്രൈ അപ്പ് ചെയ്യാൻ ഏത് റെമഡിയാണ് യൂസ് ചെയ്യുന്നത്? അതെ. കൂട്ടാൻ വേണ്ടിയോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഓക്കെ. ഇതിൽ രണ്ടും ഉണ്ട്, ഡെഫിഷ്യന്റും ഉണ്ട് സൂപ്പർ അബണ്ടന്റും ഉണ്ട്. പ്ലസ് ഇറ്റ് ഇൻക്രീസസ് ദ ലോക്കൽ ഡിസ്ചാർജ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഉസ്റ്റിലാഗ്. ഡ്രോയിങ് പെയിൻ ത്രൂ ദ ചെസ്റ്റ് ഫ്രം ബ്രസ്റ്റ് to scapula, ബാക്കിലേക്ക് breast to scapula, same side every time the child nurses is croton,
ടിക്. നമ്മള് ചൈൽഡ് നേഴ്സ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ബ്രസ്റ്റിൽ പെയിൻ വരും എന്ന് പറഞ്ഞ ഏതായിരുന്നു? Borax. Booster. ഓക്കെ. സോ ഏതാണ് ആൻസർ? Borax. അതെ, ബൊറാക്സ്. സോ ഇത് ഫ്രം ബ്രസ്റ്റ് ടു സ്കാപ്പുല, സെയിം സൈഡ് എവറി ടൈം ദ ചൈൽഡ് നഴ്സസ് ക്രോട്ടിൻ ടിക്. Okay. Then when child nurses, pain goes from nipple all over the body, it is phytolacca. Nipple in the full body പോവാണെങ്കിൽ phytolacca. ഇനി pain goes to the back, വെറും back എന്ന് എഴുതുകയാണെങ്കിൽ it is crotin tig. So crotin tig രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഒരേ സൈഡ് ബ്രസ്റ്റ് ടു സ്കാപ്പുല പോവും, അത് തന്നെയാണ് അവർ ബാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗോസ് ടു ബാക്ക് എന്ന് ജനറൽ ആയിട്ട് കണ്ടാലും ഇറ്റ് ഇസ് crotin tig. Then it goes from to the uterus. Pain goes from nipple to the uterus ആണെങ്കിൽ pulsatilla and silesia. Okay. So കൊച്ചു പാല് കുടിക്കുമ്പോൾ പെയിൻ ഇൻ ദ ഓപ്പോസിറ്റ് ബ്രസ്റ്റ് ആണെങ്കിൽ ബൊറാക്സ്, സെയിം സൈഡ് ബാക്കിലേക്ക് സ്കാപ്പുല വഴി പോവാണെങ്കിൽ ക്രോട്ടൻ ടിഗ്, ഗോസ് ടു ദ ബാക്ക് ഇസ് ഓൾസോ ക്രോട്ടൻ ടിഗ്. ദെൻ ഹോൾ ഫ്രം നിപ്പിൾ ടു ഹോൾ ഓവർ ദ ബോഡി ആണെങ്കിൽ ഫൈറ്റലക്ക, യൂട്രസിലേക്കാണെങ്കിൽ പൾസാറ്റില ആൻഡ് സൈലീഷ്യ. പ്രൊലാപ്സിസ് യൂട്രൈ വേഴ്സ് ഡ്യൂറിങ് സ്റ്റൂൾ, ഏതാണ് റെമഡി? അല്ല, അടുത്ത ഒരു സിംറ്റം കൂടെ തന്നാൽ നിങ്ങൾ എന്തായാലും പറയും. കൂടെ സ്റ്റാനമെറ്റ് ആണ്. സോ അതാണ് പറയുന്നത്, പ്രൊലാപ്സിസ് യൂട്രി വേഴ്സ് ഡ്യൂറിങ് സ്റ്റൂൾ എന്ന് മാത്രം കണ്ടാൽ നമ്മൾ സ്റ്റാനമെറ്റ് ഓർക്കില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് സ്റ്റാനമെറ്റ്. ഇനി അടുത്ത പ്രൊലാപ്സിസ് യൂട്രി വിത്ത് ഡയറി ആണെങ്കിലോ? അതെ, പോഡോഫൈലം. ഓക്കെ. ഇനി ലൂക്കോറിയയുടെ കുറച്ച് സിംറ്റംസ് നോക്കാം. ലുക്കോറിയ, അഗ്രവേഷൻ, മെന്റൽ ഡിപ്രഷൻ, ഹാപ്പിയർ വെൻ ലുക്കോറിയ ഇസ് വേഴ്സ്, ഏതാണ്? Murex. Leukorrhea is ropey, thick, viscid, yellow, hanging from nose and long strips ആണെങ്കിൽ, strings ആണെങ്കിൽ Hydrastis. ഒന്നുകൂടെ ഹൈഡ്രാസിന്റെ കൂടെ ഒരു റെമഡിയും കൂടെ എന്താണ്? ഈ യെല്ലോ കളർ സ്ട്രിഞ്ചി ഡിസ്ചാർജ് സൈനസൈറ്റിസിനൊക്കെ എന്താ കൊടുക്കുന്നത്? കാലിബൈക്ക്. Leukorrhea, fetid, lumpy with much backache and debility. The ബോറിക്കിലുള്ള ഒരു സിംറ്റം ആണ് this sorinum. Okay. Fetid, lumpy with backache and debility, sorinum. Leukorrhea, green or bloody, alternate with mental symptoms and aching in sacrum. Okay, this is also in boric and it is murex. Okay, green, bloody, alternate with mental symptoms, aching in sacrum വരുന്നത് murex. Then profuse soaking through the napkins, running down to the heels, syphilinum. Then running down the heels, aggravation, daytime, amelioration, cold bathing. Okay, running down the heels, amelioration, cold bathing ഉണ്ടെങ്കിൽ it is alumina. Sensation as if warm water were flowing down, borax. അപ്പം ലുക്കോറിയ റണ്ണിങ് ഡൗൺ ടു ദ ഹീൽസ് ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് സിഫിലിനം, പിന്നെ മൊഡാലിറ്റിയിൽ അഗ്രവേഷൻ, ഡേ ടൈം, അമിലറേഷൻ, ബാത്തിങ് ആണെങ്കിൽ അത് അലൂമിന. സോ ദാറ്റ് ഇസ് ഹൗ യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബോത്ത്. ദെൻ ലുക്കോറിയ ആസ് ഇഫ് വാം വാട്ടർ വാസ് ഫ്ലോയിങ് ആണെങ്കിൽ ബൊറാക്സ്. ഓക്കെ. ദെൻ മെന്റൽ ഡിപ്രഷൻ, ഹാപ്പി വെൻ ലുക്കോറിയ ഇസ് വേഴ്സ്, മ്യൂറെക്സ്. തിക്ക്, റോപ്പി, സ്ട്രിഞ്ചഡ് ആണെങ്കിൽ ഹൈഡ്രാസ്റ്റിസ് കാലിബൈക്ക്. ഫീറ്റഡ്, ലംപി വിത്ത് ബാക്ക് ഏക്ക് ആണെങ്കിൽ സൊറൈനം. ഗ്രീൻ ബ്ലഡി, ഓൾട്ടർനേറ്റ് വിത്ത് മെന്റൽ സിംറ്റം പ്ലസ് ബാക്ക് ഏക്ക്, അതായത് ഏക്കിംഗ് ഇൻ സേക്രം ഉണ്ടെങ്കിൽ മ്യൂറെക്സ്. Then in answer എന്താണ്? Leukorrhea with strong odor of fish brine. സാനിക്കുലയാണ് ആൻസർ. ഇനി oozing from rectum smelling like herring brine ആണെങ്കിൽ ഫീമെയിൽ അല്ല, calcaria and medorinum. Okay, so ഇനി fish brine discharge from ear ആണെങ്കിൽ tellurium. So strong order of Leukorrhea, strong order of fish brine ആണെങ്കിൽ സാനിക്കുല. ഇനി ഈ herring brine order oozing from rectum ആണെങ്കിൽ calcaria and medorinum. Fish brine discharge from ear ആണെങ്കിൽ tellurium. Okay. Leukorrhea of children from atony, calcaria and Millifolia. അതെ,
Leukorrhea of children from 𝗠𝗏𝗡, 𝗕𝒡𝒡𝒡 and calcaria. Then leukorrhea, itching with rawness, aggravation, night. Causticum. Mercurius an answer. Okay. Leukorrhea, itching with rawness, aggravation, night is mercurius. Then leukorrhea, pruritus, aggravation from contact of urine, which must be washed off. Mercurius. Ade, mercuriusum or remedy sulfur. Okay. So fish brine order sanicula, rectati nolla herring brine aniki calcaria medorum, fish brine from ear aniki tellurium, leukorrhea from 𝗠𝗏𝗡 of children from 𝗠𝗏𝗡 aniki millefolium calcaria, itching, rawness, aggravation, night, mercurius. Again, aggravation, contact of urine, which must be washed off, is mercurius and sulfur. അടുത്തത് ഇതെന്താണ് leukorrhea order of green corn, stiffens like starch and stains linen yellow. Green corn ഏതാണ്? അതെ, creosote. Then acrid copious fetid green. ഈ ഒരു സിംറ്റം ഏതിൽ വരും? Carbolic acid. അതെ, carbolic acid ആണ്. Okay, if it is written acrid copious fetid green, carbolic acid. Green corn ആണെങ്കിൽ creose. Leukorrhea 10 days after menses. Conium. Leukorrhea for 2 weeks between menses. രണ്ട് മെൻസസിന്റെ ഇടയിൽ. Trillium. Borax ആണ് answer. Okay, 2 weeks between menses, borax. Leukorrhea a few days before or after menses, leaving green spots on clothes. Sweat smelling like onion ഏതാണ്? Bovista. Bovista. Okay. Then leukorrhea only at night, 𝗰𝗨, causticum, mercurius and nitric acid. Okay. Leukorrhea after every urination. Alumina. Ammonium murra. Ammonium murum, conium ഉണ്ട്. Okay. So green corn ആണെങ്കിൽ creose, acrid copious green fetid ആണെങ്കിൽ carbolic acid, 10 days after menses conium, 2 weeks between menses borax, few days before or after menses leaving green spots on clothes ആണെങ്കിൽ bovista. So green corn creose, acrid copious fetid green carbolic acid, green spots on clothes വിടുന്ന leukorrhea ആണെങ്കിൽ bovista. Okay, 3 greens ഉണ്ട്. Then at night ആണെങ്കിൽ 𝗰𝗨, causticum, mercurius, nitric acid. Then after every urination, ammonium urine, conium. Okay. അടുത്തത് leukorrhea after exercise with every stool, 2 weeks after menses for 3 to 4 days. ഇതിന്റെ ആൻസർ എന്താണ്? എക്സസൈസ് കഴിഞ്ഞ അതെ, മാഗ്മ്യൂർ ആണ്. 3 എണ്ണം ഉണ്ട്. ആഫ്റ്റർ എക്സസൈസ്, after every അല്ലെങ്കിൽ with every stool, then 2 weeks after menses for 3 to 4 days. 3 വന്നാലും ആൻസർ is മാഗ്മ്യൂർ. Then bluish white, as we already know, it's 𝗰𝗨. Then like washings of meat ആണെങ്കിലോ leukorrhea ഏതാണ്? ഈ ട്രാവലിംഗ് സിക്നസിനൊക്കെ കൊടുക്കുന്ന ഏതാണ്? റൊമാൻറ്റിക് സ്കൂൾ ഗേൾസ്, അൺമാരീഡ്. കോക്കുലസ്. വാഷിങ്സ് ഓഫ് മീറ്റ് വരുന്നത് കോക്കുലസ് ആണ്. എഗ് വൈറ്റ് ആഫ്റ്റർ എവറി യൂറിനേഷൻ, ലൈക്ക് വി സെഡ് ബിഫോർ, അമോണിയം മ്യൂർ. എഗ് വൈറ്റ് ആണെങ്കിൽ അമോണിയം മ്യൂർ. ഇനി ഇതിന്റെ ആൻസർ എന്താണ്? leukorrhea worse by mental depression, happier when leukorrhea is worse in weak rundown patient with violent sexual excitement. Murex. അതെ. Then അടുത്തത് leukorrhea upper eyelids heavy, has to raise them with fingers ആണെങ്കിലോ? Colophyllum. Colophyllum, 𝒨𝒨. Okay, colophyllum, 𝒨𝒨. ഇനി leukorrhea in little girls. Colophyllum. Colophyllum. Okay, so McMurner, 3 symptoms are leukorrhea after exercise with every stool, 2 weeks after menses for 3 to 4 days. Bluish white ആണെങ്കിൽ 𝗰𝗨, washings of meat ആണെങ്കിൽ coculus, white of egg ആണെങ്കിൽ ammonium mure. Then mental depression, happier, leukorrhea is worse. പിന്നെ with violent sexual excitement ആണെങ്കിൽ murex. Upper eyelid heavy, has to raise them, colophyllum and 𝒨𝒨. In little girls, colophyllum. ഇനി leukorrhea before and after menses ആണ് leukorrhea. If it is before and after menses, it is graphitis. If it is before menses, it is sepia. If it is after menses, creose.
ബിറ്റ്വീൻ മെൻസസ് ആണെങ്കിൽ ക്രിയോസ്, ബൊവസ്റ്റ ആൻഡ് ബൊറാക്സ്. അപ്പൊ മെൻസസിന്റെ മുമ്പ് വരികയാണെങ്കിൽ ലുക്കോറിയ, ബിഫോർ മെൻസസ് ആണെങ്കിൽ സെപ്പിയ. ഇനി മെൻസസിന്റെ നടുക്ക്, ഒരു രണ്ട് മെൻസസിന്റെ ഇടയ്ക്കാണെങ്കിൽ ക്രിയോസ്, ബൊവസ്റ്റ ആൻഡ് ബൊറാക്സ്. ഇനി ലുക്കോറിയ കഴിഞ്ഞ്, മെൻസസ് കഴിഞ്ഞാണെങ്കിൽ ക്രിയോസ്. ഇനി മുമ്പും പിൻപും മെൻസസിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണെങ്കിൽ ഇറ്റ് ഇസ് ഗ്രാഫൈറ്റിസ്. ഓക്കെ. ഇനി അടുത്തത് ലുക്കോറിയ ഇൻ പ്ലേസ് ഓഫ് മെൻസസ് എന്താണ്? മെൻസസിന് പകരം ലുക്കോറിയ വരും. ഡ്രൈനെസ് ഒക്കെ നന്നായിട്ടുള്ളതാണ്. നെസ്മസ്കെറ്റ. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, കോക്കുലസ്. ലുക്കോറിയ ഇൻ പ്ലേസ് ഓഫ് മെൻസസ്, നെസ്മസ്കെറ്റ ആൻഡ് കോക്കുലസ്. ലുക്കോറിയ, great debility, weakness seems to proceed from the chest. അതെ, സ്റ്റാനം ആണ് ആൻസർ. അടുത്ത സിംറ്റം ആണ് സോ വീക്ക് ഷീ ഡ്രോപ്സ് ഇൻ ടു എ ചെയർ. ഓക്കെ. ഇനി സെയിം തിങ് ഫ്രം അബ്ഡമൻ ആൻഡ് പെൽവിസ്. ഒന്ന് ചെസ്റ്റിൽ നിന്ന് വരുന്ന വീക്ക്നെസ് ആണെങ്കിൽ സ്റ്റാനമൻ. ഇനി അബ്ഡമിനിൽ നിന്നും പെൽവിസിൽ നിന്നും വരുന്ന വീക്ക്നെസ് ആണെങ്കിൽ വിത്ത് ലുക്കോറിയ phosphorus, sepia and phosphorus, or phosphorus and sepia. So in place of menses is നെസ്മസ്കെറ്റ and കോക്കുലസ്. Great debility from chest ആണെങ്കിൽ സ്റ്റാനമൻ, from abdomen and pelvis ആണെങ്കിൽ phosphorus and sepia. ഇനി സ്റ്റെറിലിറ്റിയുടെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് സിംറ്റംസ് നോക്കാം. ഇതിന്റെ ആൻസർ എന്താണ്? എസ്റ്റാബ്ലിഷസ് സ്റ്റെറിലിറ്റി. So weak is the uterus that it can never hold the fetus, hence the value in sterility and repeated abortion. യൂട്രസിന്റെ വീക്ക്നെസ് കാരണം കൊച്ചിനെ അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അബോർഷൻ ഉണ്ടാകുന്നത്. ഇത് ഏത് റെമഡിയാണ്? അല്ല, വേറൊരു സിംറ്റം ഈ റെമഡിക്ക് ഉള്ളത്, എവറിത്തിങ് ഇസ് ലൂസ് ആൻഡ് ഓപ്പൺ വിത്ത് നോ എക്സ്പൾസീവ് ആക്ഷൻ. അതെ, സീക്കേൽ കോർ ആണ്. കെൻഡിലാണ് ഇത് കൊടുത്തേക്കുന്നത്. ഓക്കെ. സോ വീക്ക് ദ യൂട്രസ് ഇറ്റ് ക്യാൻ നെവർ ഹോൾഡ്, അതുകൊണ്ടാണ് റിപ്പീറ്റഡ് അബോർഷൻസ് വരുന്നതാണെങ്കിൽ സീക്കേൽ കോർ. ഓക്കെ. ഡിസ്ചാർജ് ഓഫ് മ്യൂക്കസ് ഫ്രം വജൈന ആഫ്റ്റർ ആൻ എംബ്രേസ് കോസിംഗ് സ്റ്റെറിലിറ്റി. നേട്രം കാർബ്. Sterility with catamania, too profuse and too early and too profuse. Calcarea, carbon. Benzosന്റെ കൂടെ sterility with catamania, too early and too profuse is calcarea, carb. With acid secretions from vagina. ഏതാണ്? ഇല്ല, acidic secretions. അതിന്റെ റീസൺ, അപ്പൊ acidic secretions കൊണ്ട് sperm അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവർക്ക് സ്റ്റെറിലിറ്റി വരുന്നത്. നേട്രം ഫോസ് ആണ് ആൻസർ. ഓക്കെ. സ്റ്റെറിലിറ്റി വിത്ത് acidic secretions of vagina, natrum false. Frequent and a very early miscarriage causing seeming fertility is Viburnum opulus. Okay. Frequent and very early miscarriage causing seemingly fertility or seemingly causing fertility is Viburnum opulus. So ഒന്ന് യൂട്രസ് കനോട്ട് ഹോൾഡ്, വീക്ക് കാരണം ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സ്റ്റെറിലിറ്റി വരുന്നത് സീക്കേൽ കോർ. ഇനി ഡിസ്ചാർജ് ഓഫ് മ്യൂക്കസ് ഫ്രം വജൈന ആഫ്റ്റർ ആൻ എംബ്രേസ്, ഭയങ്കര എക്സൈറ്റ്മെന്റ് കാരണം എല്ലാം, സോ ഇറ്റ് കനോട്ട് ഹോൾഡ് അഗൈൻ, സോ അതിന്റെ കോസാണ് സ്റ്റെറിലിറ്റി വരുന്നത് നേട്രം കാർബ്. വിത്ത് കെറ്റാമിനിയ ടു ഏർലി പ്രൊഫ്യൂസ് കാൽക്കേരിയ. acidic secretions ആണെങ്കിൽ natrum false. Then frequent and early miscarriage causing seeming sterility is Viburnum opulus. Something related to male. Crushed pain in testis, Argentum meter, rhododendron and chamomilla. Okay. Involuntary dribbling of semen and prostatic fluid which oozes while sitting at stool during sleep. അത് വരുന്നത് സെലീനിയം ആണ്. ഓക്കെ. ദിസ് ഇമ്പോർട്ടൻറ്റ് സിംറ്റം. വിച്ച് ഊസസ് വൈൽ സിറ്റിംഗ് അറ്റ് സ്റ്റൂൾ ഡ്യൂറിംഗ് സ്ലീപ്പ്, ഇങ്ങനെ സെമൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് സെലീനിയം. പ്രയപ്പിസം, ഗ്ലാൻസ് ഡ്രോൺ അപ്പ് ആണെങ്കിൽ രണ്ട് റെമഡി ഉണ്ട്, സെലീനിയം ആൻഡ് ബെർബറിസ്. ഇഫ് ഇറ്റ് ഇസ് ഗ്ലാൻസ് ഡ്രോൺ ഡൗൺ ആണെങ്കിൽ ഇറ്റ് ഇസ് കാന്താരിസ്. സ്റ്റോണി ഹാർഡ് ഇൻഡ്യൂറേഷൻ ഓഫ് ടെസ്റ്റിക്കിൾസ് ആണെങ്കിൽ കോണിയം. Intense itching of genitals of both sexes, so sensitive and sore it is unable to scratch. Atra sensitiveness increased anengil it is Croton tick.
Impotence with desire, lewd thoughts, പക്ഷെ physically important, it's selenium. Okay. Okay. So next. Spermatic cord, swollen, painful എന്ന് പറയുകയാണെങ്കിൽ സ്പോഞ്ചിയ. ഇനി ഇതിന്റെ ആൻസർ എന്താണ്? ടെസ്റ്റിക്കിൾ swollen, bruised, squeezed after suppressed gonorrhea or maltreated orchitis. മെഡോറിനം. വേറെ പൾസ് ആണോ? സ്പോഞ്ചിയാണ് ആൻസർ. ഓക്കെ. സോ ടെസ്റ്റ് swollen, bruised, squeezed after suppressed gonorrhea. Suppressed gonorrhea അല്ലെങ്കിൽ maltreated orchitisന് ശേഷം വരുന്ന സിംറ്റം ആണ് swollen, bruised and squeezed ആണെങ്കിൽ ഇത് സ്പോഞ്ചിയ. Spermatoria with sunken features, guilty, abashed look, ഇത് ഏതാണ്? ഫോസ്ഫോറിക് ആസിഡ് ആണോ? അല്ല, എഫി Staph agrian. Okay. Spermatoria with sunken features, guilty, abashed look എന്ന് പറയുന്നത് Staph agrian ആണ്. ഇനി suppressed gonorrhea causing articular rheumatism. ഈ റെമഡിയിൽ കുറെ സെൻസേഷൻ ഉണ്ട്. As if the legs were made of wood, as if it is made of glass. സൂച. അതെ, തൂജ. So spermatic cord swollen and painful spongia. Again, testicles swollen, bruised, squeezed after gonorrhea and maltreated orchitis ആണെങ്കിൽ spongia. Spermatoria with sunken features, guilty, abashed look ആണെങ്കിൽ Staph agria. Then gonorrhea, articular rheumatism അതിൽ നിന്നാണെങ്കിൽ തൂജ. ഇനി ഇതിന്റെ ആൻസർ എന്താണ്? Emissions during sleep, vivid dreams of woman all night. സെലിനിയം. വേറെ pains better by bending backwards. Diascoria and staph. Okay. Emissions during sleep, vivid dreams of woman all night ആണെങ്കിൽ diascoria and staph. Sexual debility from sexual abuse. Graphitis ആണ്. Sexual desire absent in fleshy people. കാലിബൈക്ക്. അതെ, കാലിബൈക്ക് ആണ്. Impotence of old man with strong desire but imperfect erections, fall asleep during an embrace. അതെ, lycopodium ആണ്. Okay, with strong desire but falls asleep during an embrace. Then Hahnemann's remedy for syphilis and diseases of genitourinary tract is rarely indicated if the tongue is dry. Merxol ആണ് ആൻസർ. Okay. Hahnemann's remedy for syphilis and diseases of genital ഇതുപോലുണ്ട്. is rarely indicated if tongue is dry എന്ന് കൊടുത്താൽ it is Merxol. Sudden irresistible desire to urinate, intense biting, itching deep in urethra, must rub it with some rough article in urethra. Rough article വെച്ച് rub ചെയ്താലേ അവർക്ക് റിലീഫ് കിട്ടുള്ളൂ. പെട്രോസെലിനം. Exactly. Petroselinum ആണ് ആൻസർ. Okay. Chronic gonorrhea of years duration can neither be suppressed nor cured. The best selected remedy fails. സൊറൈനം. അതെ, സൊറൈനം. So emissions during sleep, vivid dreams of woman ആണെങ്കിൽ diascoria and staphy. Sexual debility from sexual abuse, graphitis. ഇനി sexual desire absent in fleshy people ആണെങ്കിൽ calibike. Then impotence in old men, falls asleep during an embrace ആണെങ്കിൽ lycopodium. Hahnemann's remedy for syphilis, disease of genitourinary tract, rarely indicated if tongue is dry ആണെങ്കിൽ Merxol. Sudden desire to urinate ആണ്, but must rub it with some rough article in urethra for getting relief. It is petroselinum. Then chronic gonorrhea of years duration, not suppressed, neither cured. Best selected remedy fails ആണെങ്കിൽ സൊറൈനം. ഇനി അടുത്തത് nausea and vomiting after coition. അത് ഏത് റെമഡിയാണ്? It is prepared from musk deer. From
the genital glands of mosque deer. മോസ്കസ് Moscus. Okay, nausea and vomiting after coition, it is moscus. In uterine hemorrhage from mechanical injury after coition. Contusions ഒക്കെ കൊടുക്കുന്ന റെമഡിയാണ്. ഇഞ്ചുറി, ബ്രൂയിസസ്, ആർണിക്ക. അതെ, ഇത് രണ്ട് ബോറിക്കീനാണുള്ളത്. ഇനി ഡിസ്നിയ ആഫ്റ്റർ കോയിഷൻ, സ്റ്റാഫി സാഗ്രിയാണ്. ഡിസ്നിയ ആഫ്റ്റർ കോയിഷൻ ഇസ് സ്റ്റാഫി. ആസ്മ ഓൺ അറ്റംപ്റ്റിംഗ് കോയിഷൻ, ബ്ലൂയിഷ് ലുക്കോറിയ, ബ്ലൂയിഷ് വൈറ്റ് ലുക്കോറിയ ഏതാണ്? സ്ട്രേഞ്ചേഴ്സിന് ആംബ്രാഗ്രേഷ്യ. ഓക്കെ, ഇറ്റ് ഇസ് ഫ്രം കെന്റിൽ കൊടുത്തിട്ടുണ്ട്. അറ്റാക്സ് ഓഫ് ഡിസ്നിയ ആഫ്റ്റർ കോയിഷൻ ലൈക്ക് ആംബ്രാഗ്രേഷ്യ, ആസ് സച്ച് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ആംബ്രാഗ്രേഷ്യ പോലെ ഉള്ള അറ്റംപ്റ്റ്സ് ഓഫ് ഡിസ്നിയ ആഫ്റ്റർ കോയിഷൻ. ആക്ച്വലി ഇറ്റ് ഇസ് അസഫീറ്റിഡ. സ്പാസംസ് ഡ്യൂറിങ് കോയിഷൻ ആണെങ്കിൽ in the epilepsy arises from genital organs. Buffoon. അടുത്ത vagina is hot and sensitive, often preventing coition. സ്ലീപ്ലെസ്നെസ് അല്ല, ഉറങ്ങാതിരിക്കാൻ നമ്മൾ എന്ത് മെഡിസിൻ ആണ്, ഐ മീൻ ഡ്രിങ്ക് ആണ് കുടിക്കുന്നത്? അതെ, കോഫി. അതെ, ഓക്കെ. സോ നോസിയ ആൻഡ് വോമിറ്റിംഗ് ആഫ്റ്റർ കോയിഷൻ ആണെങ്കിൽ മോസ്കസ്. Uterine hemorrhage after mechanical injury after coition is arnica. Mechanical injury വരുമ്പം think of arnica. Then dyspnea after coition, staphy. Asthma on attempting coition കഴിഞ്ഞിട്ടുള്ള dyspnea, staphy. ഇനി ആസ്മ ആയിട്ട് വരുവാണെങ്കിൽ it is ambragracia. Attacks of dyspnea after coition like ambragracia, it is asaphethria. മുമ്പത്തെ രണ്ട് സിംറ്റത്തിന്റെ ഒരു കോമ്പിനേഷൻ. Then spasms during coition, it is bufo. Vagina hot sensitive, often preventing coition is coffee. Okay. ഇനി കുറച്ച് മൊഡാലിറ്റീസിന്റെ നോക്കാം. മെയിൻ സെക്ഷൻ കഴിഞ്ഞു ഫീമെയിൽ. ഇനി അല്ലാത്ത ജസ്റ്റ് മൊഡാലിറ്റീസ്. ആഫ്റ്റർ ഷേവിംഗ് അഗ്രവേഷൻ എന്ത് വരും? ഇത് ജനറൽ മൊഡാലിറ്റീസ് ആണ്. കാർബോ അനിമാലിസ്. ഇനി ബെറ്റർ ബൈ ഷേവിംഗ് ആണെങ്കിൽ ബ്രോമിയം. Pain aggravation, thinking of it, calcareous force, helonius, oxalic acid. Pain better by thinking of it, camphor, hellebores. Pain, shooting pain, upward direction, ledum. Downward direction ആണെങ്കിൽ കാൽമിയ and cactus. Aggravation, melting snow, calcareous force. Aggravation, clear fine weather and damp weather, causticum and asarum. Okay. Any complaints appear diagonally, upper left, lower right ആണെങ്കിൽ agaricus, sternum, stramonium. Agaricus, antimtat and stramonium. Upper right, lower left ആണെങ്കിൽ ambragracia, bromium, medorinum, phosphorus, sulfuric acid. ഇത് അറിയാതായിരിക്കുമല്ലോ എല്ലാം. ഓക്കെ, ഇനി കുറച്ച് MCQs നോക്കാം. Often does away with the use of knife. Myristic. Homeopathic lancet? Hepar. Therapeutic lancet? Aconite. Human barometer? മെർക്സോൾ അല്ലെങ്കിൽ ഫോസ്ഫറസ്. ബോഗർ പറഞ്ഞ ഫോസ്ഫറസ്, ഫത്തക്ക് പറഞ്ഞ മെർക്ക്. ഓക്കെ, ഏത് ഓപ്ഷൻ ആണോ ഉള്ളത് അത് ചൂസ്. ഹ്യൂമൻ തെർമോമീറ്റർ? അത് ബോറിക്കിൽ കൊടുത്തേക്കുന്നത് മെർക്കാണ്. ഓക്കെ, മെർക്യൂറിയസ് ആണ് ബോറിക്കിൽ ഹ്യൂമൻ തെർമോമീറ്റർ ആയിട്ട് കൊടുത്തേക്കുന്നത്. കാർബോവേജ് ഓഫ് സർജൻ? Strontium carb. Vegetable pyrogen? Malaria officinalis. Vegetable calomel? Calomel എന്ന് പറഞ്ഞാൽ പർഗേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഡയറിയ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ. ലെപ്റ്റാൻഡ്ര. ഓക്കെ, ലെപ്റ്റാൻഡ്ര. ഇനി വെജിറ്റബിൾ മെർക്കുറി? ഫൈറ്റലക്ക കെന്റ് പറയുന്നു, ഹ്യൂഗ്സ് പറയുന്നത് പോഡോഫൈലം. ഓക്കെ, ഇനി ഇതിന്റെ ആൻസർ എന്താണ്? Caries of mastoid, bloody saliva, old people with great weakness and diarrhea. Acid nitric. അതെ.
See, അടുത്ത mastitis pain worse, leads jar in galactoria, helps to dry up breast milk in very forgetful patients with history of alternating sides tonsillar pain. Lacanine, dry up milk ആണെന്ന് lacanine. Rheumatic affections with contraction of the flexures and stiffness of joints, tension and shortening of muscles, must move constantly, but motion does not relieve. It affects the right side most prominently. Causticum. Okay, rheumatic joints, flexors in the contraction, stiffness, motion, but does not relieve. Okay, then prolapse in indurated uterus from overstretching or straining, vascular cornea. Automatic. Oramet ആണ് answer. Convulsions with blue face, clenched thumbs, clonic spasms, beginning in fingers and toes, spreading over entire body, during pregnancy, puerperal convulsions, after flight or vexation, from metastasis from other organs to brain. Fingers in തുടങ്ങി പോകുന്നത് ഏതാണ്? Cupromet. അതെ. Uterine inertia during labor, constipation in children with nocturnal enuresis. Causticum ആണ്. Okay. Uterine inertia from labor with constipation and nocturnal. Menopausal flashing and hot perspiration with loquacity, great sensitiveness to touch. അതെ, ഇതിനകത്ത് ലൊക്കേഷ്യസ് ഏതാണ്? ലാക്കസിസ്. ഓക്കെ. Cold bathing causes violent headache. ഏത് റെമഡിയാണ്? Okay. അടുത്ത ആൻസർ വന്നു. Baseless fear of impending poverty, talks of his daily business in delirium, likes to lie listlessly, which is the medicine. The answer is aurum. Sorry. Answer Bryony ആണോ? Okay. Bryony ആണ്. Okay. Nausea and pregnancy with desire for food better by drinking milk. Vaccinum ആണ്. Vaccinum. Okay. Nausea and pregnancy with desire for food better by drinking milk. His contribution is more on relationship of remedies. Ibsen Miller. Mercurius is antidoted by all of the above. All of them. Intermittent flow of urine, great difficulty in passing urine, urine flows, stops and flows again from prostate and uterine affections is one of the features of conium. Coryza ending in diarrhea. Selenium. According to HCLN, when Nux vomica and sulfur improves but fails to cure piles, which of the remedy? Britannia answer. അല്ല, ഏസ്കുലസ് ആണ്. അതെ, ഏസ്കുലസ് ആണ് കേട്ടോ ആൻസർ. When Restox when Restox seems indicated but fails to cure in chronic urticaria, the remedy to be given is Bovista. Vertigo when moving slowly but not when
taking violent exercise is found in millefolium. Okay. നമ്മൾ ഇതുവരെ ചെയ്തതിന്റെ ഒരു കൊച്ചു റീക്യാപ്പ്. യുവ ഉൾസിയുടെ കോമൺ നെയിം ബിയർബെറി ആണ്. ആർട്ടമീഷ്യ Mugwort. ഓക്കെ. സ്റ്റിക്ച Lungwort. സെനേഗ Snakewort. ഹൈപ്പറിക്കം St. John's. St. John's. Sandigiri. sadness before menses, rash during profuse menses, Belladonna. belladonna and graphitis. Okay. Menses suppressed by drinking a glass of milk until next period. Lac disorder. In early months of pregnancy, can lie comfortably only on stomach. Acid. Menses alternate each period, more profuse. Collapse. Right side of womb to right or left breast. Murex. Runs out after weaning. Nursing woman. Loss of milk while nursing without any non-cause. Lactinium Leukorrhea, aggravation, mental depression. Murex. Upper eyelid heavy, has to raise them with fingers. Okay. It's weak. Uterus is so weak and that it can't hold the fetus. Dribbling of several. Okay. അത്രേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. I hope it was informative and to you all. ഇതുപോലെ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യണേ, കാരണം എനിക്കും ഇതായി പോവും. ഓക്കെ. എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട്സോ പറയാനുണ്ടെങ്കിൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഐ തിങ്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ. താങ്ക് യു ആൾ. ഓക്കെ ഡോക്ടറെ. സർ. ഡോക്ടറാണ് ഹോസ്റ്റ്, അതുകൊണ്ട് ആ എൻഡ് ഒന്ന് കൊടുത്തിരുന്നാൽ മതി. ഞാൻ ഇടയ്ക്കൊന്ന് എക്സിറ്റ് ആയിരുന്നു. ഓക്കെ സർ. അപ്പൊ ഞാൻ എൻ്റെ ആയിട്ടെ സർ. ഓക്കെ. ശരി.